ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളിതവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങളൊരു സർപ്രൈസിങ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആക്ച്വലി സൊഹാനും എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല എന്താണ് ഈ പെട്ടിക്കുള്ളിലെന്ന്. ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ച ടി വി ആയിരിക്കുന്ന. പിന്നെ ഒരു സൈക്കിളിൻ്റെ ഒരു സംസാരം ഇടയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെയാണ് അത് ഗസ് ചെയ്തിട്ട് മനസ്സിലായത്. ഇത് കണ്ടപ്പോൾ എനിക്കെന്താ ഓർമ്മ വന്നതെന്നറിയോ? ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ബാക്ക് ഇതുപോലെ നാട്ടിൽ വെച്ചിട്ടൊരു സെയിം വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സെയിം വീഡിയോ, സെയിം എക്സൈറ്റ്മെൻറ്റ്. സൊഹാനും പെട്ടിയും ഉണ്ടായിരുന്നു. സൊഹാൻ്റെ ഉപ്പ അവിടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഇതുപോലെ അവൻ്റെ മാമൻ ഗിഫ്റ്റ് ചെയ്ത ഒരു സൈക്കിൾ ഓപ്പൺ ആയിരുന്ന വീഡിയോ ആയിരുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്കൊരു നൊസ്റ്റു ഫീലിങ്ങും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഗിഫ്റ്റ് വന്നത് മുതൽ ഏതൊരു കുട്ടീനെയും പോലെ തന്നെ ഒട്ടും ക്ഷമ ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ പിടിയും വലിയായിരുന്നു അത് ഓപ്പൺ ചെയ്യാൻ. അതാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഞാനിങ്ങനെ ചിറ്റ്ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ആ ഫീലിംഗ് മൊത്തത്തിൽ അറിയാനും വേണ്ടിയിട്ട്. അതാണിപ്പം എന്നെ നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സംശയം എന്താണെന്നറിയോ? നാട്ടിലിത് 1 ഇയർ ബാക്ക് ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് എൻ്റെ ഉപ്പയായിരുന്നു ഇത് ഫിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ട്രൈ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഉപ്പ ലാസ്റ്റ് പറഞ്ഞു എന്നെ കൊണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് ഒരു ഷോപ്പിൽ കൊണ്ടു കൊടുക്കുക ചെയ്ത്. ഇവിടെ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ സംശയം. ഇവിടെ ഇത് കഴിയോ? കാരണം ഫസ്റ്റ് ടൈമാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊരു ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ടാണ് ഫിറ്റ് ചെയ്ത്. ചെറിയ ചെറിയ അപാകതകൾ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഫിറ്റായി വന്നപ്പോഴും. പക്ഷേ പിന്നീട് നമ്മൾ യൂട്യൂബൊക്കെ നോക്കി ബ്രേക്കിൻ്റെ 1-2 ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു. ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നിടത്തൊക്കെ അതൊക്കെ റെഡിയാക്കിയാണ് ചെയ്ത്. സോഹൻ ഒട്ടും ക്ഷമ ഉണ്ടായിരുന്നില്ല. ആസ് യൂഷ്വൽ എല്ലാ കിഡ്സിനെയും അറിയാമല്ലോ ഈ ഒരു സ്റ്റേജിൽ എന്തായിരിക്കും കാട്ടിക്കൂട്ടുന്നതെന്ന്. അപ്പം നമ്മളൊരു സ്ട്രക്ചർ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് വീട്ടിൽ യൂസ് ചെയ്യുന്നൊരു തരത്തിലാക്കി മാറ്റി ആദ്യം. പിന്നീട് നമ്മൾ പാർക്കിലോട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബ്രേക്കൊക്കെ പ്രോപ്പറായി ചെക്ക് ചെയ്ത് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി വെച്ചു. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ പാർക്കിലോട്ട് പോയി. ഇതിവിടെ അടുത്ത് പുതിയതായിട്ട് വന്നൊരു പാർക്കാണ്. ഒരുപാട് പേര് നടക്കാനും പിന്നെ ഒരുപാട് പേര് ജസ്റ്റ് ഹാങ് ഔട്ട് ചെയ്യാൻ, ഫാമിലി ജസ്റ്റ് ഹാങ് ഔട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും ഫുഡ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് വന്ന് അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു പാർക്കാണ്. ഇതിന് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം കുറവാണെന്നുണ്ടെങ്കിലും ഇതിന് 2 സെക്ഷനായിട്ട് ജസ്റ്റ് നടക്കാനും പിന്നെ സൈക്ലിങ്ങിനും ഒക്കെ ആയിട്ട് 2 സെക്ഷനായിട്ടാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഞാൻ സൈക്കിൾ അവിടെ കൊണ്ടുപോകുക എന്നുള്ള സജഷൻ വെച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.